നമസ്കാരം, സുമർ സാറാണ്. നമ്മളിന്ന് പ്ലസ് വൺകാരുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്ലാസ് ആണ്. ഏറ്റവും ന്യൂ ക്വസ്റ്റ്യൻസുകൾ, ന്യൂ പാറ്റേണിലുള്ള പ്രോബ്ലംസുകളാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ് പോസ്റ്റ് ചെയ്തിരുന്നു, അതെല്ലാം ഇരുന്ന് കണ്ടേക്കണം. പിന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളെ പ്ലസ് ടുവിലൊക്കെ ആകുമ്പോൾ അടിപൊളിയായിട്ടുള്ള ക്ലാസ്, പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. നിങ്ങൾ ഈ ക്ലാസ്സുകൾ കണ്ടിട്ട് പ്ലസ് ടുവിലെ ഏറ്റവും ടഫായിട്ടുള്ള 2 ടെക്സ്റ്റ് ബുക്കുകളെയും ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്ത് ഫുൾ മാർക്കിൽ എത്തിക്കുന്ന രീതിയാണ്. ജോയിൻ ചെയ്യാൻ താഴെ നിന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഒട്ടും സമയം കളയണ്ട, കാരണം ഒട്ടും സമയമില്ലല്ലോ. അപ്പൊ നമ്മൾ ഇപ്പൊ എടുത്തുവരുന്നത് നമ്മുടെ ഗ്രേറ്റ് ട്രിഗണോമെട്രി തന്നെയാണ്. നമ്മുടെ ട്രിഗണോമെട്രിയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇതാണ്, നോക്കിക്കേ. cos 1 into cos 2 into cos 3 into etc. cos of 179. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ എത്ര ആയിരിക്കും? cos 1 into cos 2 into cos 3, ഇതെല്ലാം ഡിഗ്രീസുകളാണ് കേട്ടോ. cos 179 വരെയുള്ളതിന്റെ വാല്യൂ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കുക എന്ന് പറയാൻ എന്തായാലും ചെയ്യുക എന്നുള്ളതല്ല, ഇതിനുള്ളിൽ എന്തെങ്കിലും പണിയുണ്ട് അല്ലെ, എന്തെങ്കിലും ചെറിയൊരു പണിയുണ്ട്. എന്താ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനിടയ്ക്ക് cos 90 വരുന്നില്ലേ മോനെ? ഇങ്ങനെ 1 2 3 4 എക്സെട്ര 90 തൊട്ടല്ലേ 180. cos 90യുടെ വാല്യൂ എല്ലാവർക്കും അറിയാം എത്ര? 0. അതുകൊണ്ട് ഇതിന്റെ എല്ലാം പ്രോഡക്റ്റ് ആരായി പോവും? 0 ആയി പോകും. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ക്വസ്റ്റ്യൻസുകളും വലിയ ക്വസ്റ്റ്യൻസുകളും ഒക്കെ ട്രിഗണോമെട്രിയിൽ പുതുതായിട്ട് വരും. അല്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും അത്രയും ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് എക്സാമിൽ എത്തുമ്പോൾ ടഫാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയ ക്വസ്റ്റ്യൻസുകൾ ആ രീതിയിൽ കൂടെ കാണണം. ഇതെല്ലാവർക്കും അറിയാം cos 90 0 ആണെന്ന്. അതൊന്ന് അപ്ലൈ ചെയ്താൽ മതിയല്ലോ. അല്ല, ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്നുള്ളതിൽ ഒരു കാര്യമില്ല. ഓക്കെ. അടുത്തത് തന്നിരിക്കുന്നത് sin x is equal to 3/5. സാധാരണ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതിനകത്ത് പുതുമയുണ്ട്. നോക്കിക്കോണം. എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് കേട്ടോ. എക്സ് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan π/4 പ്ലസ് എക്സ്. ഇതാണ് tan π/4 പ്ലസ് എക്സിന്റെ വാല്യൂവിനെ കണ്ടുപിടിക്കേണ്ട. അപ്പൊ ഇതൊരു പുതിയ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചെയ്യുന്നത് എന്തുവാ? sin x എന്നിട്ട് cos x നെ കണ്ടുപിടിക്കുക, tan x നെ കണ്ടുപിടിക്കുക, cosec x നെ. അതൊന്നുമല്ല, മറ്റൊരു രൂപത്തിലാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. sin x = 3/5 and x lies in second quadrant. Find the value of tan π/4 plus x. അപ്പൊ ഇത് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ tan π/4 plus x, അത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ്. π/4 എന്ന് പറയുന്നത് എത്ര മോനെ? 45 അല്ലെ. അപ്പൊ tan ഓഫ് ഇത് a പ്ലസ് ബി ആണ്. നമ്മുടെ tan ഓഫ് a പ്ലസ് ബി പഠിച്ചിട്ടുണ്ട്. tan a പ്ലസ് tan b ബൈ 1 മൈനസ് tan a tan b. 1 മൈനസ് tan a tan b. അങ്ങനെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ ഇതിന്റെ ആൻസർ 1 പ്ലസ് tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan x എന്ന് വരും. കണ്ടോ, ഇതെല്ലാവരും കാണാതെ പഠിക്കേണ്ട ഒരു എക്സ്പ്രഷനാണ്. tan π/4 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് tan x ബൈ 1 മൈനസ് tan x ആണ്. ഇനി tan π/4 മൈനസ് ആണെങ്കിൽ ഇത് നേരെ തിരിഞ്ഞു വരും. 1 മൈനസ് tan x മണ്ടയ്ക്കും 1 പ്ലസ് tan x താഴെയായിരിക്കും കേട്ടോ. ഇത്രേ ഉള്ളത്. tan a പ്ലസ് tan b ബൈ 1 മൈനസ് tan a tan b അപ്ലൈ ചെയ്യും. ഇപ്പൊ tan π/4 കാണുന്നിടത്തെല്ലാം 1 എന്ന് കൊടുക്കത്തില്ല, tan 45. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ഇതാണ്. അപ്പൊ അവര് ചോദിച്ചേക്കുന്നത് tan π/4 പ്ലസ് എക്സ് ആണ്. അയാൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതാ വേണ്ടത്, 1 പ്ലസ് tan x ബൈ 1 മൈനസ് tan x. അപ്പൊ നമുക്ക് tan x ഉണ്ടെങ്കിൽ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പൊ ഈ sin x നിന്നും നമ്മൾ ആരെ കണ്ടുപിടിക്കുക? tan x നെ കണ്ടുപിടിക്കുക, അവിടോട്ട് കൊടുക്കുക. ഓക്കെ. അപ്പൊ sin x = 3/5. സൈൻ എന്ന് പറഞ്ഞാൽ a സൈഡ് ബൈ a സൈഡ് ആമാനെ ഓപ്പോസിറ്റ് ബൈ ആരാ? ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഇല്ലാത്ത സൈഡ് ഏതാ മോനെ? അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓപ്പോസിറ്റ് സൈഡ് സ്ക്വയർ, ദാറ്റ് ഈസ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. അത് ചെയ്ത് കഴിയുമ്പോൾ 25 മൈനസ് 9, ആൻസർ റൂട്ട് ഓഫ് 16. ആൻസർ ആരെ കിട്ടി? 4. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ tan x നെ നമുക്ക് കണ്ടുപിടിക്കാൻ മോനെ. tan x ഈസ് ഈക്വൽ ടു, tan x എന്ന് പറഞ്ഞാൽ a സൈഡ് ബൈ a സൈഡ് ആയിരുന്നു, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് സൈഡ്. ശരിയല്ലയോ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ 3 ആണ്. ഇപ്പൊ നമുക്ക് അഡ്ജസന്റ് സൈഡ് 4 കിട്ടി. ഒരു മൈനസ് കൊടുത്തേക്കണം, ബിക്കോസ് എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് tan x ഈസ് നെഗറ്റീവ്. ദാറ്റ് ഈസ് ഓൾ. ഓക്കെ. അപ്പൊ നമുക്ക് ഈ tan x ന്റെ വാല്യൂ കിട്ടിയ മോനെ -3/4. അത് ഇവിടെ കൊടുത്താൽ മതി, പ്രോബ്ലം തീർന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് tan x ന് വരെ -3/4 ബൈ 1 മൈനസ് -3/4. ശരിയാണല്ലോ. tan x ന്റെ വാല്യൂ മൈനസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഈ പ്ലസും മൈനസോടെ മൈനസ് ആവും. നമ്മൾ ഇവിടെ ഒരു ബൈ 1 വെച്ചുകൊണ്ട് രണ്ടിടത്തും മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 4 into 1 4, പ്ലസ് മൈനസോടെ ഇനി മൈനസ് മതി കേട്ടോ. 1 into -3 ബൈ 1 into 4 4. ന്യൂമറേറ്റർ ആയി. ഇവിടെ വരുമ്പോൾ 4 into 1 4 പ്ലസ്, എന്തുകൊണ്ട് ഈ രണ്ട് മൈനസോടെ എന്തായി? പ്ലസ് ആയി.
1 × 3 by 4. ഓക്കെ ആണല്ലോ. 4 4 ക്യാൻസൽ. 4 - 3 1 divided by 4 + 3 7. ആൻസർ ഈസ് എത്രയായി? 1/7. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലായിരുന്നോ? പക്ഷെ ആദ്യം നമുക്ക് നോക്കുമ്പോൾ ശരിയാണ്, ചിലർക്കൊന്നും കത്തത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മളെ എക്സാമിന് വേണ്ടി പ്രതീക്ഷിക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് നല്ല ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ കാര്യം അങ്ങനെ ആയിരിക്കും അല്ലേ? കുഴപ്പമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കയറിയാണ്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഒരു സർക്കിള്, യൂണിറ്റ് സർക്കിളൊക്കെയാണ് കേട്ടോ. വേണ്ടേ, എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഇപ്പൊ എക്സാമിന് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ഒക്കെയാണ് കേട്ടോ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് പി. ഓക്കെ, ഇത് നമുക്ക് 1-ലാണ് കേട്ടോ, ക്യാപിറ്റൽ 1-ലാണ്. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്ക് ആംഗിൾ AOP, ഇത് O ആണ്. AOP ഈസ് ഈക്വൽ ടു തീറ്റയാണ്. AOP എന്ന് പറഞ്ഞ ആംഗിൾ തീറ്റയാണ്. നെക്സ്റ്റ്, കോർഡിനേറ്റ്സ് ഓഫ് P ഈസ് 1/2 √3/2. ഈ P എന്ന് പറഞ്ഞാൽ 1/2, √3/2 ആണ്. ഓക്കെ, ഇത്രയാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഫിഗർ വൈസ് ക്വസ്റ്റ്യൻസുകൾ പഠിച്ചോണ്ട് ഇനിയിപ്പോ പ്രാക്ടിക്കൽ ബേസ്ഡ് പ്രോബ്ലംസിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. ഗ്രാഫൊക്കെ ഒത്തിരി വരും. നെക്സ്റ്റ് ഇതാണ് റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദ എബോവ് സർക്കിൾ. ഈ സർക്കിളിന്റെ ഇക്വേഷനെ കണ്ടുപിടിക്കാൻ കണ്ടോ. പലരും പ്രതീക്ഷിക്കുന്നതല്ലായിരിക്കും, പക്ഷെ ഇവിടെയൊക്കെ കയറി ചോദിക്കും. ഒറ്റയേ ഉള്ളൂ. നോക്കിക്കേ, ഈ സർക്കിളിന്റെ സെന്റർ എവിടെയാ മോനെ? ഒറിജിനാ. ശരിയല്ലയോ? ഇത് 1 എന്നല്ലയോ? 1 എന്ന് പറയാൻ ഈ നീളം 1 ആണ് എന്നർത്ഥം. 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 യൂണിറ്റ് എന്തെങ്കിലും. അപ്പോൾ നോക്കിക്കേ, 1 എന്നല്ലയോ? അപ്പൊ ഇതൊരു സെന്റർ ഒറിജിനായിട്ടുള്ള റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ ആണ്. നമ്മൾ അതിന്റെ ഇക്വേഷൻ പഠിച്ചിരുന്നത് x² + y² ഈസ് ഈക്വൽ ടു ആരെന്നാ മോനെ? r². ഹിയർ r ഈസ് ഈക്വൽ ടു 1. റേഡിയസ് 1 അല്ലേ മോനെ? ഇത് 1 അല്ലയോ? അപ്പൊ ഈ r² 1² കൊടുക്കുമ്പോൾ x² + y² ഈക്വൽ ടു 1² ഓർ x² + y² ഈക്വൽ ടു 1. ഒന്നാമത്തെ പാർട്ട് ഉണ്ടോ? ഒരു മാർക്ക് കിട്ടണമെങ്കിൽ അത്രയും ചെയ്യണം. നെക്സ്റ്റ് ഇതാണ് പറയുന്നത്, വെരിഫൈ sin² θ + cos² θ ഈസ് ഈക്വൽ ടു 1. ഇതിനുള്ളിൽ നിന്നും sin² θയും cos² θയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1. നമുക്കറിയാം sin² θ + cos² θ 1 ആണെന്ന്. പക്ഷെ ഈ ഫിഗർ വെച്ചുകൊണ്ട് അത് ചെയ്യണം. അതിനുവേണ്ടി നമ്മുടെ പണി എന്ന് വെച്ചാൽ sin θയും cos θയും ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം. അതിന് എത്രയേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടി തന്നെ ഇത് ഇങ്ങനെ അങ്ങോട്ട് താഴോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണേ. എക്സ്റ്റെൻഡ് ചെയ്തു. ഇത് 90 ഡിഗ്രി ആണ്. പിന്നെ ഇത് എത്ര ആണ്? 1 ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഇത് 1 അല്ലേ? അതുകൊണ്ട് ഇത് എത്ര? 1 റേഡിയസ് ആണ്. ഇനി ഇത് നോക്കിക്കേ, ഇത്രയും നീളം, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ നീളം ഞാൻ ഇത്രയും തുടച്ചാണ്. അപ്പൊ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ പോലെ ആക്കി കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഈ 1/2 √3/2 എന്ന് പറഞ്ഞാൽ ഇത് 1/2ന്റെ വാല്യൂ ആണ്. ഇതാണ് 1/2. ഇതാണ് നമ്മുടെ എന്താ? √3/2. അറിയാമല്ലോ, ഇതും ഇതോട് ചേരുമ്പോഴാണ് ഒരു പോയിന്റ് ആവുന്നത് അല്ലേ? അപ്പൊ എല്ലാ സൈഡുമായി. അപ്പൊ ഇവിടെ sin θ നമുക്ക് എത്ര കിട്ടും? വാട്ട് ഈസ് sin θ? sin θ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ശരിയാണല്ലോ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ ഓപ്പോസിറ്റ് എത്ര മോനെ? √3/2. sin ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 1/1. ഹൈപ്പോട്ടന്യൂസ് ബൈ 1 എഴുതണ്ട. ഓക്കെ, നെക്സ്റ്റ് cos θ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അത് ഇവിടെ എത്ര മോനെ? ഇത് നോക്കിക്കുക, അഡ്ജസന്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ് 1/2/1 എന്നാണ് കേട്ടോ. ബൈ 1 ഹൈപ്പോട്ടന്യൂസ് അത് എഴുതണ്ട. 1/2/1 1/2. ഓക്കെ, അപ്പൊ നമ്മുടെ sin θയും cos θയും 1/√3/2 1/2 കിട്ടി. ഇത് വെരിഫൈ ചോദിച്ചാൽ sin² θ + cos² θ ഈക്വൽ ടു, that is sin θ √3/2 ആണ്. അപ്പൊ √3/2 the whole square plus 1/2 the whole square. √3/2 the whole square എത്ര മോനെ? √3യുടെ സ്ക്വയർ 3, 2ന്റെ സ്ക്വയർ 4, 3/4. അടുത്തത് 1/4. ആൻസർ ഈസ് 4/4. ആൻസർ ഈസ് 1. കറക്റ്റ് കിട്ടിയല്ലോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായിരിക്കും, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റൻ ആണ് അവിടെ ചോദിച്ചിരുന്നത്. നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ. ഇതിന്റെ കൂടെ ഒരു ക്വസ്റ്റൻ കൂടെ അവര് ആഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റൻ ഇതാണ് ചോദിച്ചിരുന്നത്, വാട്ട് ഈസ് cos 2θ? വാട്ട് ഈസ് cos 2θ? കണ്ടോ? അപ്പൊ അവിടെ ഒരു cos 2θയ്ക്ക് നമുക്ക് പല വാല്യൂസ് ഉണ്ട് മോനെ. cos 2θയ്ക്ക് പല വാല്യൂസ് ഉണ്ട്. cos 2x പല വാല്യൂസ് പഠിക്കുന്നില്ലയോ? ഒന്ന് cos² x - sin² x എന്നുണ്ട്, അല്ലെങ്കിൽ 2 cos² x - ഉണ്ടെന്നുണ്ട്. പല വാല്യൂസ് ഉണ്ട്. ഞാനിപ്പോ cos 2θയുടെ ഒരു വാല്യൂ എടുക്കാൻ പോവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു cos² θ മൈനസ് ആരാ മോനെ? sin² θ. cos² θ മൈനസ് sin² θ cos 2θ ആണ്. cos² θ cos θ എത്ര മോനെ? 1/2. അപ്പൊ cos² θ ഈസ് 1/2 the whole square മൈനസ് അടുത്തത് വരുന്നത്
sin square theta എന്ന് പറയുമ്പോൾ √3/2 the whole square. That is 1/4 minus 3/4. ഇതിന്റെ സ്ക്വയർ 1/4 minus 3/4 എന്ന് പറയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് 4 എഴുതി കഴിഞ്ഞാൽ 1 minus 3 on numerator minus 2/4. ആൻസർ ഈസ് മൈനസ് എത്ര മോനെ 1/2. ഫൈനൽ ആൻസർ ആരെ കിട്ടി -1/2. ഓക്കെ, നല്ല ക്വസ്റ്റൻസുകളാണ് ഇതൊക്കെയല്ലേ ക്വസ്റ്റൻസുകൾ, പുതിയ ക്വസ്റ്റൻസുകൾ, ഇതൊക്കെയാണ് ന്യൂ പാറ്റേൺ പ്രോബ്ലംസുകൾ. ഓക്കെ ആണല്ലോ, എല്ലാവരും ഇത് കാണുക മാത്രമല്ല ബുക്കിലോട്ട് എഴുതി വെക്കണം. നെക്സ്റ്റ് അടുത്ത ചോദ്യങ്ങളെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. കാരണം ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരുവിധം പഠിച്ചവർക്ക് ഈ എക്സ്ട്രാ ക്വസ്റ്റൻസുകൾ ചെയ്യാൻ ഒരു താല്പര്യം കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ക്ലാസ്സുകളും പ്രോബ്ലംസും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യാൻ മടിക്കല്ല്. ഇങ്ങനെയുള്ള ന്യൂ ക്വസ്റ്റൻസുകൾ കുട്ടികളിൽ എത്തിയെങ്കിലേ പഠിത്തമൊക്കെ ഒന്ന് ഡെവലപ്പ് ആവുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ടെക്സ്റ്റ് ബുക്കിലെ കുറെ ചോദ്യങ്ങൾ പഠിക്കുക, ദാറ്റ്സ് ഓൾ. അതുകൊണ്ട് കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങോട്ട് മീൻസ് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ കാണില്ല. അതുകൊണ്ട് എല്ലാവരും ഒരു മടിയും വിചാരിക്കാതെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. പിന്നെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുക, +2 നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇങ്ങനെയുള്ള ക്വസ്റ്റൻസുകളായിരിക്കും നമ്മൾ തരുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇതാമോനെ അടുത്തത് cos square 15 minus sin square 15. ഇതിന്റെ വാല്യൂ എത്രയാണ്? അപ്പൊ ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇതൊക്കെ 1 മാർക്കിനൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ cos 15 ചിലപ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? cos 15 നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ചിലപ്പോൾ ഇങ്ങനെ പഠിപ്പിക്കും, എക്സാമിന് ചോദിക്കാറുണ്ട് cos 15 മാത്രമായിട്ട്. അങ്ങനെ വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് 45 minus 30 അപ്ലൈ ചെയ്യും. ഇപ്പൊ cos of a minus b ഒക്കെ ഉപയോഗിക്കും അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് കേട്ടോ. cos square 15 minus sin square 15. ഞാൻ ഇപ്പൊ എഴുതിയ പോലെ cos square theta minus sin square theta അല്ലെങ്കിൽ cos square x minus sin square x എന്ന് കണ്ടാൽ അത് cos 2x-ന് ഈക്വൽ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ? cos square x minus sin square x എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ cos square a minus sin square a cos 2a. അപ്പൊ cos square x minus sin square x cos 2x. അപ്പൊ ഇവിടെ കണ്ടോ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ എക്സ് കണ്ടോ. cos square x minus sin square x ഈക്വൽ cos of 2x എന്നാ. അപ്പൊ cos of 2 into ആരെന്ന് വരുമ്പോൾ 15. ആൻസർ cos of 2 into 15 cos 30. cos 30യുടെ വാല്യൂ √3/2. ഇപ്പൊ ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാ പഠിക്കേണ്ട, അല്ല നമ്മള് വേറെ മെത്തേഡുകളൊന്നും വളരെ കെട്ടി ചെയ്തിട്ട് കാര്യമില്ല. നെക്സ്റ്റ് നമ്മുടെ അതിന്റെ കൂടെയുള്ള ക്വസ്റ്റ്യൻ ഏതാ മോനെ? അതിന്റെ കൂടെയുള്ള ക്വസ്റ്റ്യൻ ഏതാണ്? പ്രൂവ് ദാറ്റ് sin x minus cos x the whole square equal to 1 minus sin 2x എന്ന് ഷോ ചെയ്യണം. അതിന് കൂടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിനകത്ത് ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് ദിസ് കേട്ടോ. ഇതിന്റെ മാക്സിമം വാല്യൂ ഇതിനെ ഇങ്ങനെയാണെന്ന് ഷോ ചെയ്യണം. അതുപോലെ ഇതിന് കിട്ടാവുന്ന ഏറ്റവും വലിയ വാല്യൂ മാക്സിമം വാല്യൂവിനെയും കൂടെ കണ്ടുപിടിക്കണം കേട്ടോ. മാക്സിമം വാല്യൂ ഓഫ് ദിസ്. അപ്പൊ നല്ലൊരു ക്വസ്റ്റൻ ആണിത്. അപ്പൊ നമ്മൾ നോക്കിക്കേ, sin x minus cos x the whole square is in the form of a minus b the whole square a square minus 2ab plus b square അപ്ലൈ ചെയ്യുമ്പോൾ that is first term is sin square x, second term is 2ab 2 sin x into cos x plus b square ആരാമനെ cos square x. ഓക്കെ ആണല്ലോ. that is equal to sin square x ഉം cos square x കൂടെ ചേരുമ്പോൾ 1 minus 2 sin x into ആരെന്നായി മോനെ cos x. കൃത്യമാണല്ലോ അല്ലേ? sin square x plus cos square x 1 minus 2 sin x cos x. എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? നമുക്ക് ഇങ്ങനെയാണ് ഷോ ചെയ്യേണ്ടത്. 1 minus sin 2x എന്നാ. ഇവിടെ 1 minus ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു sin 2x ആണ്. ഇയാള് sin 2x അല്ലയോ? 2 sin x cos x ആരാ മോനെ? sin 2x അല്ലേ? ആൻസർ ആരായി? 1 minus sin 2x. കഴിഞ്ഞു കേട്ടോ. അടിപൊളി ക്വസ്റ്റൻ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ? നെക്സ്റ്റ് നമ്മളെ ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് 1 minus sin 2x. ഇതിന് കിട്ടാവുന്ന ഏറ്റവും വലിയ വാല്യൂ എത്രയാണ്? ഇതൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് അല്ലേ? എന്ന് പറയാം sin x minus cos x the whole square കിട്ടാവുന്ന ഏറ്റവും വലിയ വാല്യൂ. അപ്പൊ നമ്മൾ ഇയാളെ ഇപ്പൊ ഇതാണെന്ന് ഷോ ചെയ്തല്ലോ. അപ്പൊ ഇതിന്റെ മാക്സിമം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാക്സിമം കണ്ടുപിടിച്ചാലും മതി. അപ്പൊ 1 minus sin 2x മാക്സിമം വാല്യൂ. ഇയാൾക്ക് മാക്സിമം വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ ഈ sin 2x വാല്യൂ ഏറ്റവും മിനിമം വരണം. ശരിയല്ലയോ? ഏറ്റവും ചെറുത് വരുമ്പോഴല്ലയോ ഈ ഫുള്ളിന്റെ ആൻസർ ഏറ്റവും കൂടുതലാവുന്നത്. കാരണം ഇത് മൈനസ് എന്നാ. അപ്പോൾ മൈനസ് ചെയ്യുന്നത് ഏറ്റവും ചെറുതാണെങ്കിലേ ആൻസർ എന്താവത്തുള്ളൂ, ഏറ്റവും വലുതാവത്തുള്ളൂ. അപ്പോൾ sin 2x വാല്യൂ ഏറ്റവും മിനിമം ആകുമ്പോഴാണ് ഇതിന്റെ ആൻസർ ഏറ്റവും വലുതാവുന്നത്. sin 2x മിനിമം വാല്യൂ എല്ലാവരും അറിഞ്ഞിരിക്കുക -1 കേട്ടോ.
സൈൻ ടു എക്സിന്റെ മാക്സിമം വാല്യൂ +1 സൈൻ ടു എക്സിന്റെ മിനിമം വാല്യൂ -1 ആണ്. അപ്പൊ സൈൻ ടു എക്സിന്റെ വാല്യൂ ഏറ്റവും മിനിമം ആകുമ്പോഴാണ് ഇതിന്റെ ആൻസർ ഏറ്റവും വലുതാവുന്നത്. അപ്പൊ സൈൻ ടു എക്സിന്റെ വാല്യൂ ഏറ്റവും മിനിമം ആണ് മൈനസ് ആണ്. അപ്പോൾ 1 മൈനസ് ഈ സൈൻ ടു എക്സിന്റെ -1 ആൻസർ 1 + 1 ആൻസർ ആരെ കിട്ടി 2 കിട്ടി. നല്ല ക്വസ്റ്റൻ ആണ്, അടിപൊളി ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചോണം. അല്ലാതെ ചെറിയ ചോദ്യങ്ങളെ മാത്രം പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞാൽ പണി കിട്ടാൻ വളരെ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാമോനെ, അടുത്തൊരു ക്വസ്റ്റ്യന് വാട്ട് ഈസ് ആറാമത്തെ അല്ലെ 6 7 ഒന്നും കാര്യമില്ല. സൈൻ സ്ക്വയർ 15 പ്ലസ് കോസ് സ്ക്വയർ 75 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സൈൻ സ്ക്വയർ 15 പ്ലസ് കോസ് സ്ക്വയർ 75. ഒറ്റൊരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് ഇത് 1 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. സൈൻ സ്ക്വയർ 15 കോസ് സ്ക്വയർ 75 ഇല്ലയോ, ഈ കോസ് 75 എന്ന് പറഞ്ഞാൽ സൈൻ 15 ഈക്വലാണ്. കോസും സൈനും തമ്മിൽ ഒരു പ്രത്യേകത ഉണ്ട്. കോസിന്റെ ഇപ്പൊ കോസ് 30 എന്ന് പറഞ്ഞാൽ അത് സൈൻ 90 നിന്ന് കുറച്ചിട്ടുള്ള 60 ഈക്വല, ശരിയല്ലയോ? കോസ് 30 √3/2 സൈൻ 60 എത്ര തന്നെയാണ് √3/2 അല്ലേ? അപ്പോൾ കോസ് 30 കണ്ട് ഇത് തമ്മിൽ ചേരുമ്പോൾ 90 ഇല്ലയോ? അങ്ങനെ ആകുമ്പോൾ എല്ലാ ആൻസർ ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ കോസിനുള്ളിലുള്ളതും സൈനുള്ളിലുള്ളതും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 90 വരുവാണെങ്കിൽ ഇതിന്റെ ആൻസേഴ്സ് ഈക്വൽ. അപ്പൊ ഒരാൾ ചോദിക്കുക കോസ് 40 ഈക്വൽ സൈൻ ഓഫ് ഡാഷ് എന്ന് ചോദിച്ചാൽ 15 എഴുതിക്കോണം. എന്തുകൊണ്ടാ? 14 50യോടെ ചേരുമ്പോൾ 90 വരും. അപ്പൊ തമ്മിൽ ആൻസേഴ്സുകൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ കോസിന്റെയും സൈന്റെയും വാല്യൂസുകൾ ഈക്വൽ ആവും എപ്പോഴാ? ഈ രണ്ട് ആൻസറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര വന്നാൽ മതി? 90. അപ്പൊ കോസ് 15 എന്ന് പറയുന്നത് സൈൻ ഓഫ് 90 നിന്ന് കുറച്ചാൽ 15 അല്ലേ 15 ഈക്വൽ ആയിരിക്കും. അപ്പോൾ കോസ് സ്ക്വയർ 15 നമുക്ക് സൈൻ സ്ക്വയർ ആരെന്ന് എഴുതാമോനെ? കോസ് സ്ക്വയർ 75 അല്ലേ? കോസ് സ്ക്വയർ നോക്കിക്കോട്ടെ, കോസ് സൈൻ സ്ക്വയർ 15 പ്ലസ് കോസ് സ്ക്വയർ 75 സൈൻ സ്ക്വയർ 15 75 കേട്ടോ, സോറി അതാ നമുക്ക് കൺഫ്യൂഷൻ. സൈൻ സ്ക്വയർ 75 ആണ് കേട്ടോ. സൈൻ സ്ക്വയർ 15 പ്ലസ് സൈൻ സ്ക്വയർ 75. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മാറ്റിയേക്കാം, എല്ലാം ഒന്ന് തന്നെ. അപ്പൊ ഇവിടെ സൈൻ 75 നമുക്കൊന്ന് മാറ്റാൻ പോകും. സൈൻ 75 എന്നുള്ളതിനെ കോസിലോട്ട് മാറ്റുമ്പോൾ എത്ര മോനെ? 15. ഞാനിപ്പോ പറഞ്ഞില്ലയോ, കോസിനെ സൈനിലോട്ട് മാറ്റാം, സൈനിനെ കോസിലോട്ട് മാറ്റാം. അപ്പൊ ഇവിടെ സൈൻ 75 നമുക്ക് കോസിലോട്ട് മാറ്റുമ്പോൾ 90 നിന്ന് ഇത് കുറച്ചങ്ങ് എഴുതിയത് കോസ് 15. അപ്പൊ സൈൻ സ്ക്വയർ 75 നമുക്ക് എഴുതുമ്പോൾ കോസ് സ്ക്വയർ ആരായിട്ട് മാറും മോനെ? 15 ആയിട്ട് മാറും. ഓക്കെ, ഇപ്പൊ ഇതെന്തായി? സൈൻ സ്ക്വയർ 15 പ്ലസ് കോസ് സ്ക്വയർ 15 ആൻസർ ആരായിട്ട് മാറി? 1 ആയിട്ട് മാറി കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. അതിന്റെ അടുത്തൊരു ക്വസ്റ്റൻ ഇതാണ്, വാട്ട് ഈസ് സൈൻ 15 ഇൻറ്റു കോസ് 15? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സൈൻ 15 ഇൻറ്റു കോസ് 15. സൈൻ 15 ഇൻറ്റു കോസ് 15 വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നോക്കിക്കേ, നമ്മൾ ഈ റിസൾട്ട് കണ്ട് 2 സൈൻ എക്സ് കോസ് എക്സ് ആരായിരുന്നു മോനെ? സൈൻ 2x അല്ലയോ? 2 സൈൻ എക്സ് കോസ് എക്സ് ആണെങ്കിൽ സൈൻ 2x ആ. ഇവിടെ സൈൻ 15 കോസ് 15 ഇവിടെ ഒരു 2 ഉണ്ടായിരുന്നുവെങ്കിൽ 2 സൈൻ 15 കോസ് 15 2 ഇവിടെ മുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ 2 സൈൻ എക്സ് കോസ് എക്സ് പോലെ അല്ല, 2 സൈൻ എക്സ് കോസ് എക്സ് ആരായിട്ട് മാറും? സൈൻ 2x. പക്ഷെ ഇവിടെ 2 ഇല്ല. 2 സൈൻ 15 കോസ് 15 ഉണ്ടെങ്കിൽ അത് ആരായിട്ട് മാറും മോനെ? സൈൻ 2 ഇൻറ്റു 15 എന്ന് എഴുതാം, ശരിയല്ലയോ? 2 സൈൻ എക്സ് കോസ് എക്സ് സൈൻ 2x അല്ലേ? പക്ഷെ ഇവിടെ 2 ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ 2 കൊടുക്കുമ്പോൾ അത് ബാലൻസ് ചെയ്യാൻ പുറത്ത് എന്തിട്ടേക്കണം? ഒരു 1/2. ഇപ്പൊ ഇത് നോക്കിക്കേ, ഇവിടെ ഒരു 2 കൊടുക്കേണ്ടി വന്നു. 2 കൊടുത്തെങ്കിൽ ഇത് 2 സൈൻ എക്സ് കോസ് എക്സ് സൈൻ 2x ആകത്തുള്ളൂ. അപ്പൊ ഈ 2 കൊടുക്കുന്നതിന് ബാലൻസ് ചെയ്യാൻ 1/2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 ഇൻറ്റു ഇത്രയും സൈൻ 2x പോലെ സൈൻ 2 ഇൻറ്റു 15 ആയി. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു സൈൻ ഓഫ് ആരായി? 30 ആയി. സൈൻ 30 1/2 ആണ്. അപ്പൊ 1/2 ഇൻറ്റു 1/2 ഫൈനൽ ആൻസർ ആരായി? 1/4 ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റൻസുകളൊക്കെ എല്ലാവരും പഠിച്ചോണം, നന്നായിട്ട് എക്സാമിന് ചോദിക്കും. ഇതേപോലെ ഒത്തിരി ക്വസ്റ്റൻസുകൾ ഇതേപോലെ ഉണ്ട്. മറ്റൊരെണ്ണം ഉണ്ട്, ഇഫ് സൈൻ തീറ്റ പ്ലസ് കൊസീക് തീറ്റ ഈക്വൽ ടു 2 then sin square theta plus cosec square theta equal dash. Sin theta plus cosec theta യുടെ വാല്യൂ 2 ആണെങ്കിൽ sin square theta plus cosec square theta യുടെ ആൻസർ ശ്രദ്ധിക്കുക. ഇതുണ്ട് സൈൻ തീറ്റ, ഇത് കൊസീക് തീറ്റ, ഇതുവരെ തമ്മിൽ നമുക്ക് എല്ലാവർക്കും അറിയാം റെസിപ്രോക്കൽസുകളാണ്, ശരിയല്ലയോ? സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ അല്ലേ മോനെ കൊസീക് തീറ്റ. അപ്പോൾ ഇതിപ്പോ എക്സ് ആണെങ്കിൽ ഇതാരാണെന്നർത്ഥം? 1/x. കൊസീക് എന്ന് പറയാൻ 1/sin ഇല്ലയോ?
അപ്പൊ സൈൻ തീറ്റ പ്ലസ് കൊസീക് തീറ്റ 2 എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിന്റെയും അതിന്റെ റെസിപ്രോക്കലിന്റെയും സമ്മ് 2 എന്നർത്ഥം. സൈനും കൊസീക്കും തമ്മിൽ അതാണ് റിലേഷൻ അല്ലേ. അപ്പൊ ഈ എക്സ് പ്ലസ് 1/x2 പോലെ. അപ്പൊ സൈൻ തീറ്റ പ്ലസ് കൊസീക് തീറ്റ 2 ആണെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കൊസീക് സ്ക്വയർ തീറ്റ ഒരിക്കലും മറക്കണ്ട, അതിന് 2 വരത്തുള്ളൂ കേട്ടോ. കാരണം സൈൻ തീറ്റ പ്ലസ് കൊസീക് തീറ്റ 2 ആണെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ 1, കൊസീക് തീറ്റയുടെ വാല്യൂ 1. അങ്ങനെ 1 + 1 എത്ര കിട്ടുന്നത് 2. അപ്പൊ ഇവിടെ വരുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കൊസീക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1² + 1², അതിന്റെ വാല്യൂ എത്ര 2. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് സൈൻ ക്യൂബ് തീറ്റ പ്ലസ് കോസ് ക്യൂബ് തീറ്റ അതും 2 ആയിരിക്കും. അപ്പൊ ഏത് പവറുകൾ ഇവിടെ ഇനി വന്നാലും സം ചെയ്താൽ ആര് തന്നെ വരത്തുള്ളൂ, 2 തന്നെ വരത്തുള്ളൂ. ഇതൊക്കെ മറന്നു പോകരുത്, അടിപൊളി ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ഇന്നത്തെ ഈ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഉടൻ തന്നെ ഇതേപോലത്തെ ക്ലാസ്സുകൾ പുതിയ ക്വസ്റ്റ്യൻസുകളായിട്ട് എത്തും. എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്യാൻ മടിക്കേണ്ട. അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എക്സാമിന് നല്ല പുതിയ രീതിക്കുള്ള പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഗുഡ് ബൈ.